ഹായ്, എല്ലാവർക്കും ട്യൂഷൻ അക്കാദമി സ്റ്റൈൽ PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 മുതൽ 2025 വരെയുള്ള വന്നിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ PSC എക്സാമിൽ ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നൊരു വൊക്കാബുലറി സൈഡാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എന്താടാ, അഗ്നോസ്റ്റിക് ആണ്. അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഈസ് നോട്ട് ഷുവർ അബൌട്ട് ഗോഡ്സ് എക്സിസ്റ്റൻസ്. എന്താണ്? ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് നിശ്ചയമില്ലാത്തയാളാണ് അഗ്നോസ്റ്റിക്. ഓക്കെ, അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് നോട്ട് ഷുവർ അബൌട്ട് ഗോഡ്സ് എക്സിസ്റ്റൻസ്. ഇത് നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു പോവാട്ടോ, ഇനി ടൈമില്ല എക്സാമിന്. ഇനി അടുത്തത് അൾട്രൂയിസ്റ്റ് ആണ്. എ ലവർ ഓഫ് മാൻ കൈൻഡ്. മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ആളാണ് ആര്? അൾട്രൂയിസ്റ്റ്. ഓക്കെ, എ ലവർ ഓഫ് മാൻ കൈൻഡ് ആണ്. ഇനി ആംബിവലൻ്റ് എന്താണ്? ഹാവിങ് മിക്സ്ഡ് ഫീലിങ്സ്. ഒരേ സമയം വിരുദ്ധമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന അവസ്ഥ അല്ല, സന്തോഷവും ദുഃഖമൊക്കെ ഒരേ സമയം വരുന്നത് ആംബിവാലൻ്റ്. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള സ്വഭാവക്കാരാണ് ആര്? ആംബിവാലൻ്റ്. ഓക്കെ, ഇൻഫാലിബിൾ ആരാണ്? ഫാലിബിൾ. വൺ ഹു നെവർ മേക്സ് എ മിസ്റ്റേക്ക്. ഒരിക്കലും തെറ്റുപറ്റാത്ത ആൾക്കാരാണല്ലേ ഇൻഫാലിയബിൾ എന്ന് പറഞ്ഞാൽ. വൺ ഹു നെവർ മേക്സ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അടുത്തത് ഒപ്റ്റിമിസ്റ്റ് ആണ്. ഒപ്റ്റിമിസ്റ്റ് പറഞ്ഞാൽ വൺ ഹു ലുക്സ് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ്. ഒരാളുടെ നല്ല കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളാണ് അല്ലേ, കാര്യങ്ങളെ ശുഭാപ്തി വിശ്വാസത്തോടെ കാണുന്നയാളാണ് ആര്? ഒപ്റ്റിമിസ്റ്റ്. ഓക്കെ, നല്ലത് വരും എന്നുള്ളൊരു ചിന്ത, അതാണ് ഒപ്റ്റിമിസ്റ്റിക്. ഓക്കെ, ഇനി പെസ്സിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ്. വൺ ഹു ലുക്സ് അറ്റ് ദ ഡാർക്ക് സൈഡ് ഓഫ് ദി തിങ്സ്. എന്തിനേയും നിരാശയോടെ ദുഃഖത്തോടെ കാണുന്ന ആളാണ് ആര്? വൺ ഹു ലുക്സ് അറ്റ് ദ ഡാർക്ക് സൈഡ് ഓഫ് തിങ്സ് ആണ് പെസ്സിമിസ്റ്റ്. ഓക്കെ, ഒപ്റ്റിമിസ്റ്റും പെസ്സിമിസ്റ്റും മനസ്സിലായല്ലോ. ഇനി ഒംനിഷ്യൻ്റ് എന്താണ്? വൺ ഹു നോസ് എവറിത്തിങ്. ഒംനിഷ്യൻ ഗോഡ് എന്താണ്? ഒംനിഷ്യൻ്റ് ആണ്. വൺ ഹു നോസ് എവറിത്തിങ്, എല്ലാം അറിയുന്നവനാണ്. ഇനി ആരാണ്? എഫിമെറൽ. ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. വളരെ കുറച്ച് നേരം മാത്രം നിൽക്കുന്നതാണല്ലോ എഫിമെറൽ. ഓക്കെ, ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. ഇനി എന്താണ്? അംനേഷ്യ, ലോസ് ഓഫ് മെമ്മറി. ഓക്കെ, ലോസ് ഓഫ് മെമ്മറി, ഓർമ്മക്കുറവ്, ഓർമ്മ നഷ്ടപ്പെടൽ, അതാണ് അംനേഷ്യ. അടുത്തത് അനാർക്കിയാണ്. എ സ്റ്റേറ്റ് ഓഫ് ലോവ്ലെസ്നെസ്. അരാജകത്വമാണ് അനാർക്കി എന്ന് പറഞ്ഞാൽ. എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് ലോവ്ലെസ്നെസ്, അരാജകത്വം. ഇനി ആൻറ്റിഡോട്ട്, എ മെഡിസിൻ ടു കൗണ്ടറാക്ട് പോയിസൺ. വിഷസംഹാരിയാണ് കേട്ടോ. എ മെഡിസിൻ ടു കൗണ്ടറാക്ട് പോയിസൺ ആണ് എന്ത്? ആൻറ്റിഡോട്ട്. ഇനി ഓട്ടോക്രസി എന്താണ്? ഗവൺമെൻറ് ബൈ വൺ പേഴ്സൺ, ഏകാധിപത്യം. ഓട്ടോക്രസി എന്താണ്? ഏകാധിപത്യം. ആൻറ്റിഡോട്ട് എന്താണ്? മെഡിസിൻ ടു കൗണ്ടറാക്ട് പോയിസൺ, വിഷസംഹാരി. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബൈ വൺ പേഴ്സൺ, ഏകാധിപത്യം. ഇനി ബെല്ലിഗറൻ്റ് പറഞ്ഞാൽ എന്താ? എൻഗേജ്ഡ് ഇൻ വാർ. ഒക്കെ യുദ്ധക്കൊതിയുള്ള. ബെല്ലിഗറൻ്റ് പറഞ്ഞാൽ എൻഗേജ്ഡ് ചെയ്യുക, വാറിൽ യുദ്ധത്തിനോട് ഒരു എൻഗേജ്ഡ് ആവാം. യുദ്ധത്തിൽ എൻഗേജ്ഡ് ആവുന്ന ആളാണ് എന്ത്? ബെല്ലിഗറൻ്റ്. ഓക്കെ, അടുത്തത് ബിയന്നിയൽ. ഹാപ്പനിങ് വൺസ് ഇൻ 2 years. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് ബിയന്നിയൽ. ഹാപ്പനിങ് വൺസ് ഇൻ 2 years. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് ബിയന്നിയൽ കേട്ടോ, മറക്കണ്ട. ഹാപ്പനിങ് വൺസ് ഇൻ 2 years ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അത്ര കണ്ടിട്ടില്ലാത്ത ഒരു വേർഡാണല്ലേ, അത് പഠിച്ചു വെക്കട്ടെ. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. ഈ ബയോഗ്രഫി എന്താണ്? ലൈഫ് ഹിസ്റ്ററി ഓഫ് എ പേഴ്സൺ റിട്ടേൺ ബൈ അനദർ. ജീവചരിത്രമാണല്ലോ ബയോഗ്രഫി, അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. ബയോഗ്രഫി എന്താണ്? ജീവചരിത്രം. ഇനി കാലിഗ്രഫി എന്താണ്? ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. മനോഹരമായി എഴുതുന്ന കലയാണ് കാലിഗ്രഫി, അതും എല്ലാവർക്കും അറിയുന്നതാണല്ലേ. ഇനി കാനിബൽ എന്താണ്? വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. നരഭോജിയാണ് കാനിബൽ. ഓക്കെ, മനുഷ്യൻ്റെ ഫ്ലഷ് തന്നെ കഴിക്കുന്ന
ഇതാണ് കാനിബൽ. ഓക്കെ, ഇനി എന്താണ് സെൻറ്റനറിയൻ, എ പേഴ്സൺ ഹൂ ഈസ് 100 years old, 100 വയസ്സായ ആളാണ് കേട്ടോ. അത് സെഞ്ചുറി ആലോചിച്ചാൽ മനസ്സിലാവും. സെൻറ്റനേറിയൻ. ഓക്കെ, കാനിബൽ മറക്കണ്ട കേട്ടോ, ഹ്യൂമൻ ഫ്ലഷ് ഈറ്റ് ചെയ്യുന്ന ആളാണ്. ഇനി കോണ്ടംപററി, ലിവിങ് അറ്റ് ദ സെയിം ടൈം, സമകാലികൻ. ഓക്കെ, കണ്ടംപററി എന്ന് പറഞ്ഞാൽ സമകാലികൻ. ഫെറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? വൺ ഹൂ ബിലീവ്സ് ഇൻ ഫേറ്റ്, വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഫെറ്റലിസ്റ്റ്. എന്താണ്? ഒക്കെ വിധിയാണ് അല്ലേ, വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ത്? ഫെറ്റലിസ്റ്റ്. ഇനി ഗരോലസ്, വൺ ഹൂ ടോക്സ് ടൂ മച്ച്. ഗാരുലസ് ആണ് കേട്ടോ, ഗാരുലസ് ആണ്. വൺ ഹൂ ടോക്സ് ടൂ മച്ച്, ടോക്കറ്റീവ് ആയിട്ടുള്ള ആളെ പറയുന്നതാണ് ഗാരുലസ്. ഓക്കെ, ഇനി ഇൻഎഡിയബിൾ, നോട്ട് ഫിറ്റ് ടു ബി ഈറ്റൻ, ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്തതാണ്. ഇൻഎഡിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഎഡിബിൾ, നോട്ട് ഫിറ്റ് ടു ബി ഈറ്റൻ, ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്തത്. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് വിച്ച് കനോട്ട് ബി അവോയ്ഡ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇൻഎവിറ്റബിൾ ആണ്. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കാൻ കഴിയാത്തത്. മിസോഗൈനിസ്റ്റ്, വൺ ഹൂ ഹേറ്റ്സ് വുമൺ. ഈ മിസ് വന്നാൽ ഹെയ്റ്റ്സ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മിസോഗൈനിസ്റ്റ് പറഞ്ഞാൽ വൺ ഹൂ ഹേറ്റ്സ് വുമൺ. എന്താടാ? മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഹേറ്റ്സ് വുമൺ, സ്ത്രീ വിദ്വേഷമാണ്. ഇനി ഒബ്സൊലേറ്റ്, നോ ലോങ്ങർ ഇൻ യൂസ്, കാലഹരണപ്പെട്ടത്. ഒബ്സൊലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോ ലോങ്ങർ ഇൻ യൂസ്, ഇനി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാലഹരണപ്പെട്ടത്. ഇനി ഓർഫൻ എന്താണ്? ചൈൽഡ് ഹൂസ് പാരൻസ് ആർ ഡെഡ്, അനാഥനാണ് ഓർഫൻ. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി ഫിലാന്ത്രോഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ലവർ ഓഫ് മാൻകൈൻഡ്, മനുഷ്യ സ്നേഹിയാണ്. ഓക്കെ, മനുഷ്യ സ്നേഹിയാണെന്ത്? ഫിലാന്ത്രോഫിസ്റ്റ്. ഫിലാന്ത്രോഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ലവർ ഓഫ് മാൻകൈൻഡ്. ഇനി പ്ലാഗ്യറിസം, സ്റ്റീലിംഗ് ഓഫ് ഐഡിയാസ് ഓഫ് റൈറ്റിംഗ്, സാഹിത്യോചരണം. ഓക്കെ, ഒരാളുടെ ഐഡിയാസും റൈറ്റിങ്സൊക്കെ എന്ത് ചെയ്യുക? സ്റ്റീൽ ചെയ്യുക, മോഷ്ടിക്കുക. അതാണ് എന്താ? പ്ലാജിയറിസം. ഓക്കെ, ഇനി പോസ്റ്റുമസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, പോസ്റ്റുമായിട്ട് ആലോചിച്ചാൽ മതി. ഒക്കേറിങ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തരമുള്ള. ഓക്കെ, ഒക്കേറിങ് ആഫ്റ്റർ ഡെത്ത്. ഇനി സെൻക്യൂർ, എ ജോബ് വിത്ത് ഹൈ സാലറി ബട്ട് നോ വർക്ക്, പണിയൊന്നുമില്ലാത്ത ജോലിയാണ് കേട്ടോ. സെൻക്യൂർ, പണിയൊന്നുമില്ലാത്ത ജോലി. ഓക്കെ, ഇനി ടോട്ടലർ. ഓക്കെ, ടോളർ. ഓക്കെ, ടോളർ, വൺ ഹൂ നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ. എന്താണ്? മദ്യപിക്കാത്ത ആളാണല്ലേ, അതാണ് ടോളറാണ് മദ്യപിക്കാത്ത ആൾ. ട്രാൻസ്പെറൻറ്റ്, അലോവിങ് ലൈറ്റ് ടു പാസ് ത്രൂ, സുതാര്യമായ. ട്രാൻസ്പെറൻറ്റ് നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്ന വേർഡാണല്ലേ, സുതാര്യമായ. ഇനി വെനൽ എന്താ? കറപ്റ്റ്, ക്യാൻ ബി ബ്രൈബ്ഡ്, അഴിമതിയുള്ള. വെനൽ എന്താ? കറപ്ഷനാണ്. ഓക്കെ, അഴിമതിയുള്ള. ഇനി എത്തിസ്റ്റ് എന്താടാ? എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, ദൈവവിശ്വാസം ഇല്ലാത്തയാളാണ് എത്തിസ്റ്റ്. നിരീശ്വരവാദിയാണ്. എത്തിസ്റ്റ് എന്നാൽ നിരീശ്വരവാദിയാണ്. ഇനി ഓഡിയബിൾ എന്താ? ദാറ്റ് വിച്ച് ക്യാൻ ബി ഹിയർഡ്, കേൾക്കാൻ സാധിക്കുന്നു. ഓഡിയബിൾ ആണോ എന്ന് ചോദിക്കില്ലേ? ഹിയർ, ദാറ്റ് വിച്ച് ക്യാൻ ബി ഹിയർഡ്. ഇനി ബൈഗോട്ട് എന്താണ്? ബൈഗോട്ട്, വൺ ഹൂ ഈസ് ഫിൽഡ് വിത്ത് നാരോ ആൻഡ് പ്രജുഡൈസ്ഡ് ഒപ്പീനിയൻ, കടുത്ത മതഭ്രാന്തുള്ളയാളാണ് ബൈഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഹൂ ഈസ് ഫിൽഡ് വിത്ത് എ നാരോ ആൻഡ് പ്രജുഡൈസ്ഡ് ഒപ്പീനിയൻ. ഓക്കെ, അതാണ് ബൈഗോട്ട്. ഇനി ക്ലോസ്ട്രോഫോബിയ, അതൊരു ഫോബിയാണ്, പേടിയാണ്, ഭയമാണൊക്കെ. ഫിയറിങ് ഓഫ് ബീയിങ് ഇൻ സ്മോൾ ക്ലോസ്ഡ് സ്പേസസ്, അടഞ്ഞ സ്ഥലങ്ങളോടൊക്കെ ഭയമുള്ളതാണ് കേട്ടോ. ഒരു പ്രത്യേക ഭയമാണുള്ളത്, ഒരു കേൾക്കാത്ത ഭയമാണ്. അപ്പോൾ എല്ലാവരും നോക്കി വെക്കാം കേട്ടോ. ക്ലോസ്ട്രോഫോബിയ. ഓക്കെ, അടഞ്ഞ സ്ഥലങ്ങളോടുള്ള ഭയം. ഇനി ഈഗോറ്റിസ്റ്റ്, എ പേഴ്സൺ ഹൂ ടോക്സ് ടു ഈഗോറ്റിസ്റ്റ്,
എന്താണ്? എ പേഴ്സൺ ഹു ടോക്സ് ടു മച്ച് അബൌട്ട് ഹിംസെൽഫ്, ഹംബാവിങ്. നമ്മളെ തന്നെ പുകഴ്ത്തി പറയാം അല്ലേ? നമ്മളെ തന്നെ പുകഴ്ത്തി പറയാമെന്ന് ഈഗോയിസ്റ്റ്. എ പേഴ്സൺ ഹു ടോക്സ് ടു മച്ച് അബൌട്ട് ഹിംസെൽഫ്. എക്സോണറേറ്റ്, ഫ്രീ സംവൺ ഫ്രം ബ്ലെയിം ഓർ ഗിൽറ്റ്, കുറ്റവിമുക്തനാക്കുക. എക്സോണറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഓരോ കുറ്റാരോപിതനെ കുറ്റവിമുക്തനാക്കി മാറ്റിയല്ല. എക്സോണറേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ സംവൺ ഫ്രം ബ്ലെയിം ഓർ ഗിൽറ്റ്. ഓക്കെ, അതാണ് എന്ത്? എക്സോണറേറ്റ്. ഫെസ്റ്റീഡിയസ്, വെരി അറ്റൻറ്റീവ് ടു ആൻഡ് കൺസേൺഡ് അബൌട്ട് ആക്യുറസി ആൻഡ് ഡീറ്റെയിൽ, എന്തിലും നിർബന്ധ ബുദ്ധിയുള്ളതാണ്. ഫസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ വെരി അറ്റൻറ്റീവ് ടു ആൻഡ് കൺസേൺഡ് അബൌട്ട് ആക്യുറസി ആൻഡ് ഡീറ്റെയിൽ, എന്തിലും നിർബന്ധം ബുദ്ധിയുള്ള ആളെയാണ് എന്ത് പറയാം? ഫസ്റ്റീഡിയസ്. ഓക്കെ. ഹോണററി പറഞ്ഞാൽ എന്താ? എ പൊസിഷൻ ഫോർ വിച്ച് നോ സാലറി ഈസ് പെയ്ഡ്, പ്രതിഫലം വാങ്ങാതെയുള്ള പദവിക്കാണ് എന്ത് പറയാം? ഹോണററി. ഓക്കെ, പൊസിഷൻ ഫോർ വിച്ച് നോ സാലറി ഈസ് പെയ്ഡ്, പ്രതിഫലം വാങ്ങാതെയുള്ള പദവിയാണ് കേട്ടോ. ഇല്ലെജിബിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഡിഫിക്കൾട്ട് ഓർ ഇമ്പോസിബിൾ ടു റീഡ്, വായിക്കാൻ പ്രയാസമുള്ള കയ്യക്ഷരാണല്ലേ ഇല്ലെജിബിൾ. ഒരുപാട് ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലെജിബിൾ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ട് ഓർ ഇമ്പോസിബിൾ ടു റീഡ്. ഓക്കെ, വായിക്കാൻ പ്രയാസമുള്ള കയ്യക്ഷരം. ഇമ്മിഗ്രൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ ഹു കോംസ് ടു എ കൺട്രി ടു സെറ്റിൽ ദർ, കുടിയേറ്റക്കാരനാണല്ലേ. ഇമിഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുടിയേറ്റം ചെയ്തു, ഇമിഗ്രൻറ്റ്. ഓക്കെ, പേഴ്സൺ ഹു കംസ് ടു കൺട്രി ടു സെറ്റിൽ ദർ. ഇൻകൊറിജിയബിൾ വൺ ഹു എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഹു ക്യാനോട്ട് ബി കറക്റ്റഡ് ഓർ റിഫോംഡ്, തിരുത്താൻ സാധിക്കാത്തയാളാണ് ഇൻകൊറിജിയബിൾ. ചിലവർ എന്ത് പറഞ്ഞാൽ തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അതൊന്നും അവരെന്ത് ചെയ്യില്ലടാ, തിരുത്താൻ തയ്യാറാവില്ല. ഇപ്പോൾ തിരുത്താൻ സാധിക്കാത്തയാളാണ് ഇൻകൊറിജിയബിൾ. ഇനി ഇൻസാറ്റിയബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് കനോട്ട് ബി സാറ്റിസ്ഫൈഡ്, തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആളാണ് കേട്ടോ. എന്ത് ചെയ്താലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആളാണ് ഇൻസാറ്റിയബിൾ. സാറ്റിസ്ഫൈഡ് ആവാത്ത ആളാണ് കേട്ടോ ഇൻസാറ്റിയബിൾ. ഓക്കെ. ഈ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹൂ ഈസ് ഷൈ ആൻഡ് കീപ്സ് ടു ഹിംസെൽഫ്, ഉൾവലിഞ്ഞ സ്വഭാവമുള്ളയാൾ, എല്ലാത്തൊന്നും ഉൾവലിഞ്ഞ ആളാണ് എന്ത്? ഇൻട്രോവേർട്ട്. ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രോവേർട്ടാണ് കേട്ടോ. ഇനി മെർസനറി പറഞ്ഞാൽ എന്താണ്? വൺ ഹൂ ഡസ് സംതിങ് ഓൺലി ഫോർ മണി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണല്ലേ മെർസനറി എന്ന് പറഞ്ഞാൽ. വൺ ഹൂ ഡസ് സംതിങ് ഓൺലി ഫോർ മണി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് മെർസനറി എന്ന് പറയാം. അത് കേൾക്കാത്തൊരു വേർഡാണല്ലേ മെർസനറി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നയാൾ. ഈ നൊട്ടോറിയസ് നമുക്ക് നല്ല അറിയുന്നതല്ലേ, ഫേമസ് ഫോർ സംതിങ് ബേർഡ്, അതായത് കുപ്രസിദ്ധിയാണ് നൊട്ടോറിയസ്. ഓക്കെ, കുപ്രസിദ്ധി ഫേമസ് ആണ്, പക്ഷെ എങ്ങനെയാണ്? ബാഡാണല്ലേ, ബേർഡ് രീതിയിലാണ് ഫേമസ്. ഓക്കെ, അതാണ് നൊട്ടോറിയസ് ക്രിമിനലാണ് എന്നൊക്കെ പറയില്ലേ. ഓക്കെ. ഇനി ഓംനിപൊട്ടൻറ്റ്, വൺ ഹൂ ഈസ് ഓൾ പവർ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒംനിഷ്യൻ്റ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഓംനിപൊട്ടൻറ്റ് പറഞ്ഞാൽ വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ, സർവശക്തൻ. ഓക്കെ, ഒംനിഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ. ഒംനിപൊട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ, ധാരാണ് ഗോഡാണല്ലേ, ഗോഡ്. ഇനി പനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? എ റെമഡി ഫോർ ഓൾ ഡിസീസസ്, സർവ്വരോഗ സംഹാരിയാണ്. പനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റെമഡി ഫോർ ഓൾ ഡിസീസസ് ആണ്, സർവ്വരോഗ സംഹാരി. ഈ പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? കില്ലിങ് വൺ ഹൂ ഈസ് ഫാദർ, പാട്രി അല്ല പിതൃഹത്യ. ഓക്കെ, പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിങ് ഓഫ് വൺസ് ഫാദർ, പിതൃഹത്യയാണ് പാട്രിസൈഡ്. റെജിസൈഡ് പറഞ്ഞാൽ മർഡർ ഓഫ് എ കിങ്, രാജഹത്യ, രാജാവിനെ കൊല്ലുക അല്ലേ. റെജിസൈഡ് പറഞ്ഞാൽ രാജാവിനെ കൊല്ലുക, രാജഹത്യ. ഓക്കെ, അതാണ് റെജിസൈഡ്. ഓക്കെ. ഇനി സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹൂ ഈസ് ഇൻഡിഫറൻറ്റ് ടു പെയിൻ ഓർ പ്ലഷർ, സുഖ ദുഃഖങ്ങളിൽ തളരാത്തയാൾ. സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹൂ ഈസ് ഇൻഡിഫറൻറ്റ് ടു പെയിൻ ഓർ പ്ലഷർ, സുഖ ദുഃഖങ്ങളിലൊന്നും തളരാത്ത ആളാണെന്ത്? സ്റ്റോയിക്. ഈ യുനാനിമസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഡോൺ ഓർ ഹെൽഡ് ബൈ എവ്രി വൺ ഇൻവോൾവ്ഡ്, ഐക്യകണ്ഠേനയുള്ള. യുനാനിമസ് എന്ന് പറഞ്ഞാൽ ഐക്യകണ്ഠേനയുള്ള എന്നർത്ഥം വരുന്നതാണ് യുനാനിമസ്.
ഇനി ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ? an imaginary ideal society, സങ്കല്പ ലോകം. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ? സങ്കല്പ ലോകം. ഇമേജിനറി സൊസൈറ്റി, ഐഡിയൽ സൊസൈറ്റി, അതാണെന്ത്? ഉട്ടോപ്പിയ. ഇനി വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏബിൾ ടു ഡു മെനി ഡിഫറെൻറ്റ് തിങ്സ്. വേഴ്സറ്റൈൽ മീൻസ് എന്താണ്? ബഹുമുഖപ്രതിമ. ഓക്കെ, ഒരുപാട് കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് വേഴ്സറ്റൈൽ. ഒരു കഴിവ് മാത്രമാവില്ല, ബഹുമുഖങ്ങളായിരിക്കും, ബഹുമുഖ പ്രതിഭ, പല രീതിയിലുള്ള കഴിവുള്ള മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അതാണ് വേഴ്സറ്റൈൽ. ഇനി വെറ്റേറൻ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹു ഹാസ് ലോങ് എക്സ്പീരിയൻസ് ഇൻ ആൻ ഒക്കുപ്പേഷൻ. ദീർഘകാല പരിചയമുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? വെറ്റേറൻ. ഓക്കെ, നമ്മൾ അപ്പം എന്താണ് 2021 മുതൽ 2025 വരെയുള്ള ഒരു വിധം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ഈ ക്ലാസ് കണ്ട് അപ്പോൾ തന്നെ പഠിച്ചു പോവുക, ഇനി ടൈമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യമാണ്. വൊക്കാബുലറി സൈഡിൽ നിന്ന് മാർക്ക് പോകുന്ന ആളുകളുണ്ട്. ഗ്രാമറൊക്കെ പക്ക പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ എന്താണ്, വൊക്കാബുലറി സൈഡ് വരുമ്പോൾ അവർക്ക് മാർക്ക് പോകും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ PSC പഠിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.